Hey guys, welcome back to Motoholic 390. നമ്മളെ ഷിക്കാറയുടെ അടിയാൻ വന്നേ കേട്ടോ. കമൽ ന്യൂസ് ആണ് കേട്ടോ. എല്ലാ നാട്ടിലെ ആൾക്കാരോട്. അതെ. ഇത് ഗുരുവായൂർ ആൾക്കാരല്ലേ? തൃശ്ശൂരോടെ ഉണ്ട് ഗൈസ്. അയാൾക്ക് വീട് കൂടില്ല. നമ്മുടെ മോയിലാണ് കാണിച്ചെടുക്ക്. ഹായ് ബോലോ. കാറ്റുണ്ട് ഗൈസ്. കാറ്റുള്ള ഈ സാധനം അറിയുന്നൊക്കെയാണ് പറയണത്. അറിയില്ല ലക്സി. എനിക്ക് നീന്താൻ അറിയണോട് കുഴപ്പമില്ല. കുഞ്ചുവിനൊക്കെയാണ് പണി. ഇരിക്കാൻ സീനാട്ടോ. അതല്ലത് സംഭവം നല്ല കാറ്റൊക്കെ വീശിണ്ട്. കഴിഞ്ഞ ആഴ്ച ഇതുപോലെ കാറ്റ് വീശിയ സാധനം മറിഞ്ഞിട്ടൊക്കെ ഉണ്ടോ? എന്താ സീനൊന്നും അറിയില്ല. നല്ല മഴക്ക സാധനം ചെരിയുണ്ട് ടൈച്ചറാ. നോക്കിയേ ആള് ഭയങ്കര സൂപ്പർ ഫാസ്റ്റാ. നല്ലൊരു കുലിക്ക വിളിക്ക്. ആള് വേറെ മൂവി ഡ്രൈവർ ആട്ടോ. ഓൾ ദി ബെസ്റ്റ്. നിങ്ങളുടെ വീഡിയോ ഞങ്ങൾ എന്തായാലും എടുക്കണ്ടേ? ഞങ്ങൾ എടുക്കണ്ട. നിങ്ങള് ശരിയില്ലടോ. ഈ സാധനം ഉണ്ടല്ലോ, ഈ മോളിത്തെ ഈ സാധനല്ലേ, ഇത് കാറ്റ് പിടിച്ചിട്ട് കഴിഞ്ഞ ആഴ്ച ഒരു വണ്ടി മറന്നിട്ടുള്ളൂ. ഇപ്പോഴാണെങ്കിൽ ഒടുക്കത്ത് കാറ്റ്. ഞങ്ങള് കേറി ഓടിക്ക് നോക്കിയ ഫുള്ള് കാറ്റ്, നല്ല മഴക്കാറ്. പണി ഇട്ടൊന്നും അറിയില്ല. എനിക്ക് നീന്തൽ അറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല. കുഞ്ചുവിനും കുട്ടാപ്പിയോടൊന്നും നീന്തൽ അറിയില്ല. അതല്ലേ രണ്ടും കാണും. ഭയങ്കര ഫാസ്റ്റ് ഡ്രൈവർ ആട്ടോ. ആള് ഫുള്ള് സ്കിൽഫുൾ റൈഡിങ് ആണ്. രണ്ട് വഴിക്കാണല്ലോ പോണത്. നോ പ്രോബ്ലം, നോ പ്രോബ്ലം. ഇതിനുള്ളിൽ കൂടെ പോവാ. ഈ കാണുന്ന സംഭവം ഒരു വേറെ ഫീൽ ആട്ടോ. അതിങ്ങനെ കാലൊക്കെ നീട്ടിയിരുന്ന് നോക്കിയേ. അതെ അതെ, രസമാണ് ഇങ്ങനെ ഇരിക്കാൻ. നിന്റെ കഴിവ് പറയാം. ചായ കുടിച്ചിരിക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇവിടെ ദാൽ ലേക്കിൽ തന്നെ കുറെ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫ്ലോട്ടിംഗ് ഹൗസുകളുണ്ട്. ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഉണ്ട്. പിന്നെ എന്തൊക്കെ ഫ്ലോട്ടിംഗ് സംഭവങ്ങളുണ്ട്. ഫ്ലോട്ടിംഗ് ഉദ്ദേശിക്കുന്ന അറിയാലോ. ഫ്ലോട്ടിംഗ് ഉണ്ട് കഴിച്ച്. ഫ്ലോട്ടിംഗ് ഉദ്ദേശിക്കുന്ന അറിയാലോ. വെള്ളത്തിൽ ഇങ്ങനെ നിക്കണ വില്ലേജുകളായിക്കോട്ടെ. ഈ ദാൽ ലേക്കിൽ വില്ലേജ് ഉണ്ട്, ദാൽ വില്ലേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ വീടുകള്. അത് ഈ വെള്ളത്തിന്റെ മുകളിലായിട്ട് നിക്കണത്. കണ്ട ഈ കാണുന്ന ഷീറ്റുകളൊക്കെ ഇല്ല. ഇതിന്റെ അപ്പുറത്തൊക്കെ വീടുകളാട്ടാ. അതൊക്കെ വേണ്ട. ഈ വീടൊക്കെ ഉണ്ടോ? പക്ഷെ ഇതിന്റെ അടിയിൽ നോക്കി വെള്ളാണ്. എന്താ ഫുള്ള് അടിയിൽ വെള്ളാണ് ഗൈസ്. ഫുള്ള് നോക്കിയേ. ഫ്ലോട്ടിംഗ് ഹൗസസ്, ഫ്ലോട്ടിംഗ് വില്ലേജസ്, ആ ഒരു മൂഡാണ് കേട്ടോ ഗൈസ്. ഓക്കെ, ആകാശം എന്റെ സൈഡ് ചെരിഞ്ഞിട്ടാണോ? ഞാൻ വെയിറ്റ് കൂടി അറിയാവുന്നുണ്ട് ഗൈസ്. വെള്ളത്തിന്റെ ഒക്കെ കളർ നോക്കി ഡാർക്കാട്ടോ. തണുപ്പുള്ള പോലെ ഡാബറാക്കിയത്. നോക്കിയ വീടൊക്കെ നോക്കിയ വയസ്സ് നിക്കണേ. ശരിയല്ലേ? ഈ ബാത്റൂമിന്റെ ഒക്കെ വേസ്റ്റ് വരുന്നത് ഈ വെള്ളത്തിൽ കഴിഞ്ഞാട്ടോ. വെള്ളത്തിന്റെ ടേസ്റ്റ് നോക്കി. നമ്മളൊരു പാലത്തിന്റെ അടി കൂടെ അണ്ടർപാസ് അടിക്കാൻ പോകുന്നു കേട്ടോ. റേസാണ് ഇവിടെ നടക്കണേ. സംഭവം രസഞ്ഞാട്ടാ അല്ലേ? അത്ര രസമൊന്നുമില്ല. ഫുള്ള് വരുന്നുണ്ട്. എന്ത് പെടപെടക്കണ നോക്ക്.
കളശം പിടിക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഗൈസ് കുഞ്ഞുനൊക്കെ അവസ്ഥ. ഇത് നമ്മുടെ തൃശ്ശൂരിലെ പിള്ളേരുടെ മൊത്തം എന്താ പറയണ വച്ചാനാക്കിയ പണി ഹിന്ദി അറിയില്ലേട്ടാ. അതെ 2 മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വണ്ടി മാത്രം പോണില്ലല്ലോടെ. കാറ്റ് വീശുന്നുണ്ട് കേട്ടോ. കാറ്റ് ഡേഞ്ചറാണ് ഗൈസ്. കാറ്റിന്റെ ഒരു ശക്തി നോക്കി നിങ്ങള് കണ്ടോ. നോക്കി അത്രയും നല്ല ഫോഴ്സ് ആയിട്ടുള്ള കാറ്റ് വീശുണ്ടോ. ഒരുപാട് ഫോഴ്സിനുള്ള കാറ്റ് വീശി കഴിഞ്ഞാൽ നല്ല ഫോഴ്സ് വന്നു കഴിഞ്ഞാല് ഞാൻ വേണമെങ്കിൽ സൈഡിലൊരു വീഡിയോ എടുക്കാം ഗൈസ്. 1 വീക്ക് ബിഫോർ ഇതേപോലെ കാറ്റ് വീശിയിട്ട് ഈ ശിക്കാര മറഞ്ഞുപോയി. കേരള സദ്യ ആരൊക്കെ എന്തൊക്കെ തൂക്കണ ഇന്ത്യയില് തിരിച്ചിട്ട് വരെ. നമ്മുടെ വണ്ടി ഫസ്റ്റ് പോട്ടെ. വെട്ടിച്ചു മക്കളെ വെട്ടിച്ചു. വെരി ഫാസ്റ്റ്. പോരാ പഴംപൊരി പഴംപൊരി ആള് തീരാ. ആളിപ്പോ നിർത്തും നമ്മളോട്. മഴ പെയ്യുണ്ട് വയസ്സ്. മഴ തുടങ്ങി. മഴ ഡേഞ്ചറാ. സീനുണ്ട്. പിന്നെ ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്ന ഡേയ്സ് എന്നൊക്കെ പറയണത് നമ്മുടെ പെഹൽഗാമിൽ അറ്റയം കിടന്ന ഡേയ്സിലാട്ടോ. ഞങ്ങൾ ആക്ച്വലി ഇവിടെ സ്റ്റക്കാണ് ശ്രീനഗറിൽ. ആക്ച്വലി ശ്രീനഗർ സേഫാണ്, വലിയ സീനുകളൊന്നുമില്ല. പക്ഷേ യെസ്റ്റർഡേ ഒക്കെ നൈറ്റൊക്കെ കുറച്ച് സം ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. കറൻ്റ്ലി വലിയ പ്രോബ്ലംസ് ഒന്നുമില്ല. പക്ഷേ സീനാണ്, റിസ്ക് ആണ് ഗൈസ്. എന്ത് സീനുണ്ടായിട്ട് ഫുള്ള് നല്ല സീനുകളുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ എന്നാലും കറന്റ്ലി നമ്മൾ സേഫാണ്, സീനില്ല. പിന്നെ അത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തൊരു സംഭവമാണ് ഉണ്ടായത്. പറഞ്ഞിട്ട് കാര്യമില്ല. കൊടുത്തിട്ടുണ്ട്. പക്ഷേ 2-ല് നിൽക്കില്ല എനിക്ക് തോന്നണേ. എന്തെങ്കിലും ആവട്ടെ, അത് ആർമിക്കാരുടെ കളികൾ. നമ്മളതൊന്നും സംസാരിക്കാൻ ആളല്ല. ആക്ച്വലി കുഞ്ചോട്ടാ അത് പറഞ്ഞത്. കുഞ്ചു അവിടെ നമുക്കറിയില്ല അതിനെ പറ്റിയിട്ടൊന്നും. അപ്പോ വേറെ സീനുകളൊന്നും ഇല്ല. ഇനിയിപ്പോ നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് ഞങ്ങൾ ലഡാക്കിലോട്ട് ഹെഡ് ചെയ്യാൻ നോക്കും. വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ. അതർവൈസ് ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ മണിപ്പാളും ഗൈസ്. ഓക്കെ, നമുക്ക് ദാളിലേക്ക് വിശേഷങ്ങളിലേക്ക് പോവാം. നല്ല മഴ പെയ്യുന്നുണ്ട് ഗൈസ്. അയ്യോ കാറ്റ് പിടിക്കുന്നുട്ടോ. അതില് ലൈഫ് ജാക്കറ്റ് ഒന്നും ഇല്ലല്ലോ. നമ്മുടെ ഇല്ലാട്ടോ. നമ്മുടെ ലൈഫ് ജാക്കറ്റ് ഒന്നും ഇല്ല ഗൈസ്. എനിക്ക് ലൈഫ് ജാക്കറ്റ് ഇല്ലാണ്ട് ഇതിൽ കയറാൻ പാടില്ല. അതേപോലെ ഈവനിങ് ടൈം ഈ കാറ്റ് വീശുന്ന സമയത്ത് ശിക്കാരായിട്ട് എടുക്കാൻ പാടില്ല എന്നാണ് എല്ലാവരും പറയാ. നമ്മളൊരു ആഗ്രഹത്തിന്റെ പുറത്ത് എടുത്തു പോയി. നമ്മൾ ഇറങ്ങിയതിന്റെ ശേഷം ഒടുക്കത്തെ കാറ്റ് ഒടുക്കത്തെ മഴയാണ് ഗൈസ്. ഓക്കെ.
कोटिंग बासा ये कितना पैसा है? ओह चलो किधर से? केरला 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 मलपुरा परपूर परपूर जाओ काट में കുറെ മോതിരങ്ങൾ സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. വെറൈറ്റി സ്റ്റോണൊക്കെ ഉള്ള സാധനങ്ങളൊക്കെയാണ്. ഞാൻ പിന്നെ എനിക്കതിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ലേഡീസിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ओ खुदाया लौटा दे कश्मीर दोबारा मेरा कश्मीर मेरा कश्मीर मेरा कश्मीर അത് വിളിച്ച് मन्नत है मेरी लौटा से जन्नत वो मेरी वो अमन वो चमन का नजारा ओ खुदाया लौटा दे कश्मीर दोबारा ओ खुदाया लौटा दे कश्मीर दोबारा कैसा ना ആള് അടിപൊളിയായിട്ട് പാടിട്ടാ. വേറെ മൂഡ്. वो अमन वो चमन का नजारा ओ खुदाया लौटा दे कश्मीर दोबारा मेरा कश्मीर. ഇവിടത്തെ വീടുകളുടെ ഒരു ഇതുണ്ടോ നിങ്ങള്? വീടുകളൊക്കെ നിക്കണ നോക്കിയേ എങ്ങനെയാന്ന്. ഹായ് പോലു. ആ വീടുകളൊക്കെ നിക്കുന്നുണ്ടോ നിങ്ങള്? താഴത്ത് വെള്ളത്തിൽ മറ്റേ കാലുകൾ ഉറ്റി അതിന്റെ മുകളിൽ സ്ട്രക്ചർ ആയിട്ടുള്ള സെറ്റപ്പ് ആട്ടോ. അതേ കാണുന്നുണ്ടോ? ഇങ്ങനത്തെ കുറ്റികളുണ്ടോ? കൊള്ളാം. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും ദാലിലേക്കുള്ള റൈഡ് അല്ല കേട്ടോ. ദാലിലേക്ക് ടുഡേ ക്ലോസ് ആണ്. ഇവിടെ ബന്ധാണെന്ന് മറ്റേ സീനുകളെല്ലാം ഉണ്ടായതുകൊണ്ട് ഇവിടെ നിന്ന് ബന്ധാ. അപ്പൊ ദാലിലേക്ക് ഇന്ന് ക്ലോസ്. അപ്പൊ നമ്മുടെ ആള് പുള്ളിക്കാരൻ കറങ്ങണം എന്ന് പറഞ്ഞപ്പോ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഞങ്ങൾ ദാലിലേക്ക് ഇറക്കിയത്. ആക്ച്വലി ഇതല്ല നോർമലി പോണ വഴികൾ. ഇത് ഫുള്ള് വീടുകളുടെ ഒക്കെ ഉള്ളിൽ കൂടെ കയറി ഇറങ്ങി ഇങ്ങനെ ജസ്റ്റ് ഒരു റൈഡ്, ശിക്കാര റൈഡ് അത്രേ ഉള്ളൂ ഗൈസ്. പക്ഷേ ഇത് കാരണം നമുക്ക് കാണാൻ പറ്റിയ കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇപ്പൊ ഈ ദാലിലേക്കിന് ചുറ്റുള്ള വീടുകളുടെ ഒക്കെ അല്ലെങ്കിൽ ദാൽ വില്ലേജിലെ വൈബുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. ഇവിടുത്തെ സുവീനേഴ്സിനൊക്കെ ആയിട്ട് ഇവിടെ ഇതാണ് സംഭവം കേട്ടോ. ഇങ്ങനെ ലൈനിൽ ഇങ്ങനെ ഓരോ ആൾക്കാരിനെ കച്ചവടം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വന്നോണ്ടിരിക്കും. This is 500 rupee full set. 500 full set. Full set, bro. This is stone. This is too much. Price is too much high. If you buy only pendant very cheaper. Hello. Excuse me. Yeah. Only 200 rupee. 200 This one. Okay. 200 രൂപ സാധാരണ ലേഡീസിന്റെ ആണ്. വേറെ മോഡൽ മലയാളം വേറെ മോഡൽ വേറെ സാധനമൊക്കെ. ആള് കുറച്ച് കൊല്ലായിട്ട് മല്ലൂസിനെ കാണുമ്പോ വൺ ടൈം പോലും വേറെ മോഡൽ വേറെ కొంచెం ప్రైస్ కొంచెం ప్రైస్ സുവിനേഴ്സ് ഇതേ പെണ്ണുങ്ങളെ ശുദ്ധിയാണ് സിഗരറ്റ് പൈപ്പ്. ഏത് एक मिनट दिखाओ ഇത് പെടപ്പസാനായിട്ടല്ലോ. ഓക്കെ ചോട്ട കാശ്മീരിന്റേതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സുവിനേഴ്സ് അല്ല കേട്ടോ. സംഭവം ചെറിയ സാധനങ്ങള് ഉദ്ദേശിച്ചത് ദാലിലേക്ക് ഡിഷസിലോട്ട് തിരിച്ചു പോവാം.
നമ്മളിപ്പോ മെയിൻ സ്ഥലത്തേക്ക് എത്തിയിട്ടോ, ഡേ എന്നൊക്കെ മാറി മെയിൻ സ്ഥലത്തേക്ക് എത്തിയിട്ടോ. നോക്കിയേ, വേണ്ട ഈ മലയാളം എല്ലാവർക്കും മലയാളം അറിയാട്ടോ ഗൈസ്. നമ്മള് മെയിൻ ഒരു സ്പോട്ടിലേക്ക് എത്തിയിട്ടോ. ഇവിടെ കൊറേ ഷിക്കാരസ്, ലോട്ട് ഓഫ് റൈറ്റ് സൈഡിലാണെങ്കിൽ ഇതിലൊക്കെ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റൂട്ടാ, പക്ഷെ കുറച്ച് കോസ്റ്റ്ലി ആണ് ഗൈസ്. സംഭവത്തില് സ്റ്റേ ചെയ്യുമ്പോൾ വൈബൊക്കെ ആയിരിക്കും കേട്ടോ, ഫ്രണ്ടില് വെള്ളം ആ ഒരു മൂട്ടൊക്കെ, പക്ഷെ ഭയങ്കര കോസ്റ്റ്ലിയാ. സംഭവം നല്ല രസമായിരിക്കുമല്ലേ, ഫ്ലോട്ടിംഗ് ഹൗസ്. നല്ല വെയിലാണ് കൈസ്, രക്ഷയില്ല. ലോട്ടസ് ഗാർഡൻ, ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ലോട്ടസ് ഗാർഡൻ ആണ് കൈസ്. ഓക്കെ, ഇവിടെ ഫുള്ള് ഫ്ലോട്ടിംഗ് ഹൗസസ് ആട്ടെ ഗൈസ്. ഏത് രസല്ലേ, ഒരു ദിവസം നമുക്ക് ഇതിൽ താമസിക്കണം. ഇതില് ചെറുതിന് പറഞ്ഞ 3 ലക്ഷം നമ്മള് പോണതില്ല, പോണത് 3 ലക്ഷം കാണാൻ. ചോദിച്ചോക്കിയേ, ये बोट का कितना प्राइस है? 3 ലക്ഷം രൂപയുടെ ബോട്ടിലാണ് നമ്മൾ പോണത്. ये नया वाला का कितना? ഷിക്കാര. ये सेकंड ഇതൊക്കെ നോർമൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്റ്റേകളാട്ടോ. ഓക്കെ, അപ്പുറത്തൊക്കെ ഉണ്ട് നല്ല കിടിലൻ ലക്ഷറി സാധനങ്ങൾ. നമുക്ക് ഒരു ദിവസം അതിൽ സ്റ്റേ അടിക്കണം, എന്തെങ്കിലും ഫാമിലി ആയിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ കല്യാണമൊക്കെ കഴിഞ്ഞ് ഹണിമൂണിന് വരുമ്പോഴോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് അച്ഛനായിട്ട് അമ്മേനായിട്ട് അനിയനായിട്ടൊക്കെ വരുമ്പോ നമുക്ക് അതിൽ പിടിക്കണം. ഏ കേരള, ഏ യു യെസ്റ്റർഡേ വി മീറ്റ്. ഓക്കെ, യാ പുള്ളിക്കാരൻ ഇന്നലെ നടന്നത് മല്ലു ട്രാവലർ ഇവിടെ ആദ്യമായിട്ട് വന്ന പുള്ളിക്കാരൻ എടുത്താൽ വന്നൊക്കെ ജഗ്കളെ പിടിച്ചോണ്ട് ഇതിന്റെ വണ്ടി വേണേ യൂട്യൂബിന് ലോകം ഉണ്ടല്ലോ, അത് കണ്ടിട്ട് പുള്ളിക്കാരൻ നമ്മളെടുത്ത് വന്നു. നിങ്ങൾ പറയാന്നൊക്കെ പറഞ്ഞു. അത് നമ്മളിവിടെ തിരിച്ചെത്തിയോ വന്നോടെ തന്നെ? അതേല്ലേ, തിരിച്ചെത്തി. ഇതാണ് ഷിക്കാര റൈഡ്. സംഭവം അടിപൊളിയാണ്. നമ്മൾ കയ്യിൽ ഒന്നും എടുത്തിട്ടില്ല, തിന്നാനൊക്കെ എന്തെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും എന്റർടൈൻ ആയിരിക്കും. പിന്നെ നല്ല വെയിലുള്ള സമയമാണ് ഇപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യാണ്ടിരിക്കുക. മാക്സിമം നിങ്ങൾ ഏർലി മോർണിംഗോ അല്ലാന്നുണ്ടെങ്കിൽ ആഫ്റ്റർ 5 ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ 5 ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വെയിലിൻ്റെ സീൻ ഉണ്ടായിരിക്കില്ല. ഓക്കെ, സംഭവം അടിപൊളിയാണ്, എന്റർടൈൻഡ് ആണ്. ഓക്കെ, ഷിക്കാര റൈഡ് കഴിഞ്ഞു ഗൈസ്, നമ്മൾ ഷിക്കാരയിൽ നിന്ന് ഇറങ്ങണം. നമ്മൾ പോയി ഷിക്കാര. അതെ, ഞങ്ങളുടെ ഇന്നത്തെ യാത്ര വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര സീനാണ്. അപ്പൊ ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ് ഗൈസ്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.